ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് ചായ ടൈമിലൊക്കെ നമ്മൾ വെളിയിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാളും നല്ലത് കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് വട തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, കായപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവും നല്ല കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാവും. അപ്പോൾ ഉപ്പ് പാകത്തിനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് അരയാനും പറ്റില്ല, ഒരുപാട് അരയാതിരിക്കാനും പറ്റില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മളതൊന്ന് ചതച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഒരു സവാള അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ ഓരോ കൈ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും പരിപ്പ് വട ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് പുതിയതായിട്ടൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഉരുളകളൊക്കെ ആക്കി വെച്ചത് നമ്മൾ കയ്യിലിട്ട് പരത്തി ചുട്ടെടുക്കുന്ന സമയത്ത് പരത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ വെച്ച് പരത്തിയത് കൈ കൊണ്ട് ഇട്ട് കൊടുക്കാൻ എണ്ണ തെറിക്കുമെന്ന് വെച്ചിട്ട് ഒരു സ്പൂണിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. കാരണം പരിപ്പിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വേവാൻ സമയമെടുക്കും. പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പരിപ്പൊക്കെ നല്ലപോലെ കരിഞ്ഞ് മേലെ ഉള്ള പരിപ്പൊക്കെ കരിയുകയും ചെയ്യും, അകത്തുള്ളതൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വരയ്ക്കും ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമ്മളൊന്ന് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു 1/4 കിലോ പരിപ്പിൽ നമ്മൾക്കൊരു 10-12 വടയോളം കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി പരിപ്പ് വട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ചമ്മന്തിയുടെയോ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ചായക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.